കായലിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് പിന്നണി ഗായകൻ MG ശ്രീകുമാറിന് 25,000 രൂപ പിഴ. കൊച്ചിയിലെ വീട്ടിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യം പുറത്തു വന്നതോടെയാണ് MG ശ്രീകുമാർ കുടുങ്ങിയത്. കായലിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ പതിഞ്ഞ മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യം വിനോദസഞ്ചാരി തദ്ദേശ മന്ത്രിക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതാണ് MG ശ്രീകുമാറിന് പൊല്ലാപ്പായത്. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിലെവിടെ ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ ഒന്നുകിൽ ആളെ കിട്ടണം, അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ. കൊച്ചി കായലിലേക്ക് മുളവുകാട് പഞ്ചായത്തിലെ വീട്ടിൽ നിന്നൊരു മാലിന്യപ്പൊതി വീണു. വീഡിയോ എടുക്കുന്നതിനിടെ വിനോദസഞ്ചാരിയുടെ മൊബൈൽ ഫോണിൽ ഈ മാലിന്യപ്പൊതിയും പതിഞ്ഞു. ബോട്ടിലെ ഡ്രൈവറാണ് പറഞ്ഞത് MG ശ്രീകുമാറിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്, ദിസ് ഈസ് MG ശ്രീകുമാർ ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഫണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊമെന്റിലാണ് സംഭവം ഈ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ അത് പുള്ളിയല്ല ഇട്ടത്, പക്ഷേ പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് ഇട്ടതെന്നുള്ളൊരു വിവരം ആ ഡ്രൈവർ പറയുകയാണ് അറിഞ്ഞത്. മന്ത്രി MB രാജേഷിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റിയുള്ള അഭിമുഖം കണ്ടതിന് ശേഷമാണ് യുവാവ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഗായകന് നോട്ടീസ് അയച്ചു. നോട്ടീസ് കൈപ്പറ്റിയതിന് പിന്നാലെ യാതൊരു തർക്കത്തിനും മുതിരാതെ താരം 25,000 രൂപ പിഴയടക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു 50,000 രൂപ വരെ പിഴയടക്കാവുന്ന ഒരു കുറ്റമാണ്. പുള്ളി കറക്റ്റായിട്ട് കാശടച്ച് വേറെ തർക്കമൊന്നും പറഞ്ഞില്ല. അതുമല്ല, ഹരിതകർമ്മസേനക്ക് അവിടെ നിന്ന് പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല എന്നാണ് അവിടുത്തെ ഹരിതകർമ്മസേന അംഗങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. വീട്ടുജോലിക്കാരിയാണ് മാലിന്യം വലിച്ചെറിഞ്ഞത് എന്നാണ് അറിയുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതേസമയം MG ശ്രീകുമാർ വീട്ടിലുണ്ടായിരുന്നില്ല എന്നും VS അക്ബർ. സമൂഹത്തിൽ ഉന്നത തലത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. എന്തായാലും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് വഴി മന്ത്രിതല ഇടപെടലുണ്ടായി. അതേപോലെ തന്നെ ഈ പരാതിക്കാരന് പണം കിട്ടുന്ന തരത്തിലേക്ക് കൂടെ ഈ സംവിധാനം മാറി എന്നുള്ളതാണ്. ക്യാമറാമാൻ രാകേഷിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ശിക്ഷ ഉറപ്പാക്കുക, പിഴ ചുമത്തുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. അവിടെ ആരാണ്, ഏതാണ്, എന്താണ് എന്നുള്ളത് അല്ല കാര്യം. നസീം NP പരാതിക്കാരൻ ഈ വീഡിയോ പകർത്തി ഇതിന് പുറകെ പോയ ആൾ നമ്മോടൊപ്പം ചേരും. ഒപ്പം VS അക്ബർ, മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അക്ബർ, എന്തായാലും പല രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയെ തന്നെ കാണേണ്ടതല്ല. കാരണം മാലിന്യമുക്ത കേരളം എന്ന ഒരു ക്യാപ്ഷനിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് മാലിന്യം ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചിടമൊക്കെ തന്നെ ഓരോ ദിവസവും കുന്നുകൂടുന്ന മാലിന്യങ്ങൾ, അത് ഖരമാലിന്യമായാലും അല്ലാതൊക്കെ അതൊക്കെ എങ്ങനെ അത് സംസ്കരിക്കപ്പെടും അല്ലെങ്കിൽ എങ്ങോട്ട് മാറ്റപ്പെടും എന്നൊക്കെയുള്ള വലിയ പ്രതിസന്ധികൾക്കിടെ ഇപ്പോഴും നമ്മൾ പല രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പൂർത്തീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഈ നടപടി, അതും പ്രത്യേകിച്ച് MG ശ്രീകുമാറിനെ പോലെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും, അല്ലെങ്കിൽ അദ്ദേഹമാണോ എന്ന് വെച്ചാൽ അല്ല, സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ പുഴയിലേക്ക് ഒരു സംഗതി വന്ന് വീഴുന്നത്, അല്ലേ ശ്രീ അക്ബർ? അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നില്ല അവിടെ. അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിയാണ് അത് ചെയ്തത്. അത് തീർച്ചയായിട്ടും അങ്ങേയറ്റം വേദനാജനകമുണ്ടാകുന്ന ഒരു കാര്യമാണ്. മുളവുകാട് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ ഒരു സംഭവം. തീർച്ചയായിട്ടും ഇത് നമ്മൾ നാടിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശം തന്നെയാണ്. ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പഞ്ചായത്ത് കാണുന്നത്. അതിൽ ആരാണെന്നില്ല, എന്താണെന്നില്ല, തെറ്റുകൾക്ക് വളരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. അത് ആരായാലും കൊള്ളാം, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ബോൾഗാട്ടി പാലസ്, ഹയാത്തൊക്കെ. അപ്പോൾ ഈ കണ്ടെയ്നർ റോട്ടിൽ ഈ പറഞ്ഞ വേസ്റ്റ് ഇടാൻ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ വളരെ കർശനമായിട്ട് ഞങ്ങളിപ്പോൾ അത് ക്ലീൻ ചെയ്യൽ തന്നെ വലിയ പാടാണ്. ഇത് നമുക്ക് കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്ന വേസ്റ്റുകളല്ല. എടുത്തു കഴിഞ്ഞാൽ എവിടെ ആർക്കും കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്തരം ക്യാമ്പയിനുകളിലൊക്കെ തന്നെ ഒരു നേതൃത്വം വഹിക്കേണ്ട, മെസ്സേജൊക്കെ നൽകേണ്ട ഒരു സെലിബ്രിറ്റിയുടെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ മാലിന്യം പുഴയിലേക്ക് വന്ന് ഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു മറ്റൊന്നും മറിച്ചൊന്നും പറയാതെ അദ്ദേഹം ആ പിഴ അടച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്, അല്ലേ ശ്രീ അക്ബർ? അതെ, അദ്ദേഹം ആ തെറ്റ് മനസ്സിലാക്കി. അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്.
അദ്ദേഹം ആ തെറ്റ് മനസ്സിലാക്കി പിഴ അടക്കുകയും ചെയ്ത്. അതിൽ വേറെ ഇതൊന്നും പറഞ്ഞില്ല. എന്തായാലും അത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ആ ഒരു കാര്യം ഇദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി ഇനി ഉണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മടങ്ങിയെത്താം. ശ്രീ നസീം MP കൂടി ചേരുന്നുണ്ട്, പരാതിക്കാരൻ. ശ്രീ നസീം, ഇപ്പോൾ നമുക്കറിയാം നമ്മളെ കാർന്നതിൻ്റെ സമൂഹത്തെ ഒക്കെ പ്രകൃതിയെ കാർന്നതിൻ്റെ ഈ മാലിന്യങ്ങളുടെ അവസ്ഥ, നമ്മളതിനെയൊക്കെ തന്നെ പോരാടുന്ന ഓരോരുത്തരാൽ കഴിയുന്ന രീതിയിലുള്ള, കാരണം യജ്ഞത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെയാണ് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ വീഴുമ്പോൾ അതിലൊരു ഗൗരവം താങ്കൾ ഉൾപ്പെടെയുള്ളവർ കാണുകയും താങ്കളുടെ കൂടി ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായിട്ട് മന്ത്രിയുടെ വാക്കുകളൊക്കെ അതിനെ പ്രചോദനമാവുകയും ചെയ്തു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് നസീം? നസീം, കേൾക്കാമോ? നസീം കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? നസീമിൻ്റെ ഓഡിയോ ക്ലിയർ ആക്കിയ ശേഷം ഞാൻ മടങ്ങിയെത്താം. ശ്രീ അക്ബർ, പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടതായി പറയുന്നത്, ഈ പലപ്പോഴായി നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും ഈ ഹരിതകർമ്മ സേനയുണ്ട്, അവരൊക്കെയുണ്ട്. പക്ഷേ ഈ മാലിന്യം ഒരുപക്ഷെ ഫുഡ് വേസ്റ്റൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പതിവായി പലരും എത്തുന്നില്ല, അവർ എത്താറില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഈ മാലിന്യങ്ങൾ എന്ത് ചെയ്യും? കാരണം ഫുഡ് വേസ്റ്റൊക്കെ എടുക്കുന്നതിൽ ദിവസവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്, വരാത്ത സംഭവങ്ങളും ഉണ്ട് എന്ന് നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഞങ്ങൾ ഈ മാലിന്യങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം ഞാനായി നമ്മുടെ ഈ കമൻറ്റുകളിലൊക്കെ വരുന്ന, കൊച്ചി കേന്ദ്രീകരിച്ച് വരുന്ന ആളുകൾ, അവിടെ നഗരത്തിലെ ആളുകളൊക്കെ ഇടുന്ന കമൻറ്റുകളാണെന്ന് തോന്നുന്നു. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ശ്രീ അക്ബർ. എന്നോടാണ് തീർച്ചയായിട്ടും അതും ഒരു പ്രധാനപ്പെട്ട പോലും. നമ്മൾ മുളകുകാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ വേസ്റ്റുകളും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കുകളും ചെരുപ്പ്, ലെതർ, കുപ്പിച്ചില്ലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഫുഡ് വേസ്റ്റുകൾ എടുക്കാനായിട്ട് നമ്മൾ ബയോബിന്നാണ് ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നത്. ആ ബയോബിന്നിൽ അത് വളമാക്കി ചെടികൾക്ക് ഇടാനൊക്കെയുള്ള ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ MCFൻ്റെ നമുക്കിപ്പോൾ കളക്ടറിന് അപേക്ഷ കൊടുത്ത് കളക്ടറുടെ നിർദ്ദേശത്തിൽ നമുക്കിപ്പോൾ 50 സെൻറ്റ് സ്ഥലം അനുവദിച്ച് തന്നിട്ടുണ്ട്. അതൊന്ന് റെഡി, ഇപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും, അതിൻ്റെ മണ്ണ് പരിശോധന കഴിഞ്ഞ് ഇനി അത് ടെൻഡർ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന മറ്റുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മുടെ ഹരിതകർമ്മസേന ആ വീടുകളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ആളുണ്ടാകാറില്ല. എല്ലപ്പോൾ സെക്യൂരിറ്റി ഉണ്ടാവും, പക്ഷെ അവിടെ വേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അവർ അവിടെ പാചകം ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നും ഒരു ശരിയായ രീതിയല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വീടിന് നമ്പർ ഉണ്ടെങ്കിൽ അവർ ആ വീട്ടിൽ നമുക്ക് വേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ പഞ്ചായത്തിന് അവർ ബോധ്യപ്പെടുത്തണം. നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത് അതിദാരിദ്ര്യമാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമസഭയിൽ അപേക്ഷ വന്നം, ആ വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്, അവർക്ക് അടക്കാൻ കഴിവില്ലാത്തവരാണ്, അവർക്ക് അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന് അപ്പോൾ ഗ്രാമസഭ തീരുമാനിക്കും. അവർ പാവപ്പെട്ടവരാണ്, അവർക്ക് അത് അനുവദിച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് അവരുടെ കാശ് പഞ്ചായത്താണ് അടക്കുന്നത്. ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല, എല്ലാവരുടെ കാശും നമ്മൾ അടക്കും. തീർച്ചയായും അങ്ങനെ ആർക്കും ഒരു പക്ഷപാതിത്വം അല്ലെങ്കിൽ ഉണ്ടാകേണ്ട വിഷയമല്ല ഇത്. കാരണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ശ്രീ നസീമിന്റെ ഓഡിയോ റെഡിയായെന്ന് തോന്നുന്നു. ശ്രീ നസീം, ഇപ്പോൾ താങ്കൾ ഒരു മാതൃകാപരമായ രീതിയിൽ ഇതിന്റെ പുറകെ ഫോളോ അപ്പ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ MG ശ്രീകുമാറിനെ പോലെയുള്ള ഇത്തരം മാലിന്യ മുക്ത കേരളത്തിനൊപ്പം നിൽക്കേണ്ട ആളുകളുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനല്പം ഗൗരവമുണ്ട്. അത് നമ്മൾ നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ. നസീം അത് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തു, അതിൻ്റെ പുറകെ പോയി. ഇതിൽ കൃത്യമായ ഒരു സന്ദേശം, എല്ലാവർക്കും കൂടി ഒരു സന്ദേശം എത്തണം. അത് കൊച്ചിയിലെ മാത്രം പ്രശ്നമല്ല ഈ മാലിന്യം,
എല്ലായിടത്തെയും പ്രശ്നമാണ്. തിരുവനന്തപുരത്തെ എല്ലാ ഇടങ്ങളിലെ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്ക് തന്നെ ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സമയത്ത് ഈ MG ശ്രീകുമാറിൻ്റെ വസതിയിൽ നിന്നും വീട്ടിൽ നിന്നും വീണ ഈ മാലിന്യം അത് ക്യാമറയിലൂടെ പകർത്തിയെടുത്തതിൻ്റെ ആ സന്ദേശം എന്ത് ലക്ഷ്യമിട്ടായിരുന്നു നസീം? അതായത് ഇത്രയും വലിയൊരു കായലാണ്, ഇത്രയും വലിയൊരു കായൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ കൂടെ കുറച്ച് 2-3 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. ആ ബോട്ടിനകത്ത് ഒരു ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മൊത്തത്തിലുള്ള മലയാളികൾക്ക് മൊത്തത്തിൽ അതൊരു നെഗറ്റീവാണ് അവരുടെ ഉള്ളിലായാലും അത് ഫീൽ ആവുന്നത്. അപ്പൊ ഞാനിത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഗാലറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് ആ മിനിസ്റ്ററിന്റെ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനും അങ്ങനെ ഇറങ്ങി തിരിക്കാൻ എനിക്ക് തോന്നിയത്. അപ്പൊ പലരും എന്നോട് പറഞ്ഞു അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ ഇനി അത് പ്രശ്നം ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കില്ല, ഞാനത് പോസ്റ്റ് ചെയ്യാൻ തോന്നി, ഞാനത് പോസ്റ്റ് ചെയ്യും. അല്ല, ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല ചർച്ചകളാണ്. MG ശ്രീകുമാറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന് പഴി മൊത്തം പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഒരുപക്ഷെ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഞാൻ ഒരിക്കലും പുള്ളിയെ കുറ്റം പറയുന്നില്ല. കാരണം പുള്ളി ഇട്ടു ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ വീട്ടിൽ നിന്നും വേസ്റ്റ് വന്നു, വേസ്റ്റ് ഇട്ടു എന്നുള്ള രീതിയിലാണ്. അതെ, ഒരിക്കലും ഞാൻ പുള്ളിയെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ എനിക്കൊരു എന്റെ ഒരു ഇതെന്ന് പറയാനുള്ളത്, ആരും പുള്ളിയെ പേഴ്സണലായിട്ട് ഇതിനകത്ത് ഇപ്പം വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. അതായത് പുള്ളിയുടെ വീട്ടിൽ നിന്നും അത് ചിലപ്പം സെർവന്റ് ആവാം, പുള്ളിയുടെ ബന്ധുക്കളാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം. അത് പുള്ളിയല്ല ഇടുന്ന ആ വീഡിയോക്കകത്ത്. അപ്പൊ നമുക്ക് ഒരിക്കലും പുള്ളിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ പുള്ളിക്ക് ശ്രദ്ധിക്കാം, ഇതുപോലെ ഇങ്ങനെ ഒരു പുള്ളിയുടെ ഒരു വീടാവുമ്പോഴത്തേക്ക് അതിന് കുറെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മളിപ്പം ആ ഒരു കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും കുറച്ച് മാനദണ്ഡങ്ങൾ അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം പാലിക്കേണ്ട ഉത്തരവാദിത്വം ആ ഓണറിന് ഉള്ളതാണ്. മാത്രമല്ല നസീം, അദ്ദേഹം മറ്റ് വാദഗതികളൊന്നും ഉയർത്താതെ ശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അദ്ദേഹം ആ പിഴ സ്വീകരിക്കുകയും മറിച്ചൊന്നും പറയാതെ നിയമം പാലിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അതെ 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 അതെ. ഈ നസീമിന് ഞങ്ങളൊരു നസീം ചെയ്തത് വലിയൊരു സന്ദേശമാണ്. അത് വലിയ സന്തോഷം. ഞങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്താണ്. തീർച്ചയായും നസീമിന് ഞങ്ങളൊരു പാരിതോഷികവും കൊടുക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു കാര്യമാണ് നസീം ചെയ്തത്. അത് കൊടുക്കണം. ശ്രീ നസീമിന് അറിയാമല്ലോ, നമ്മൾ ഈ പല ഇടങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പുഴകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചരമഗീതം എഴുതുന്ന എത്രയോ പുഴകളുടെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ആയാലും ഒരു പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അത് അവിടെ നിന്നും മാറ്റിയെടുക്കാനുള്ള ഒരു ബാധ്യതയിലേക്ക് ഈ പുതുതലമുറകളെ കൂടി നമ്മൾ ആ പാഠ്യപദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് കൂടി വളർത്തേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൽ എത്രത്തോളം ആ നിലയ്ക്ക് ഇപ്പോൾ നസീം പലയിടങ്ങളിൽ ഇങ്ങനെ ഈ പുഴയുടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉടലെടുത്തിട്ടുണ്ടോ നസീം? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ ട്രിവാൻഡ്രത്തായാലും എന്റെ വീടിന്റെ അടുത്തായാലും ഇതുപോലെ പുഴകളുണ്ട്. പണ്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് അതിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള പുഴകളായിരുന്നു. പക്ഷെ ഇപ്പം ഫുള്ള് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഇനി ശരിയാക്കണം. ഇതൊക്കെ ഇനിയിപ്പോ ഇതൊരു സ്റ്റാർട്ടിങ് ആയിരിക്കട്ടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇതിപ്പം മിനിസ്റ്റർ നല്ല രീതിയിൽ ഇതിനു വേണ്ടി എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ടാഗ് ചെയ്തപ്പോൾ തന്നെ, വീഡിയോ റീച്ച് ആയപ്പോൾ തന്നെ മിനിസ്റ്റർ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റീസിൽ നിന്നും ഫർദറായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഫോളോ അപ്പ് കിട്ടി. ഞാൻ അത്ര ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരിക്കലും ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിനെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. പ്രത്യേകിച്ച് MB രാജേഷ് സാറിന്റെ സൈഡിൽ നിന്നും വളരെയധികം സപ്പോർട്ടാണ് കിട്ടിയത്. മിനിസ്റ്റർ വല്ലതും വിളിച്ചോ? മിനിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടില്ലായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റെന്തെങ്കിലും കമന്റുകളോ അല്ലാതെ മറ്റേതെങ്കിലും? കാരണം വ്യത്യസ്ത മനുഷ്യന്മാർ പല രീതിയിലാണല്ലോ. നമ്മൾ നല്ല കാര്യത്തിന് പോസിറ്റീവ് ഉദ്യമത്തിന് ഇറങ്ങിയാലും ഈ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാടെന്ന് പറയുന്ന പോലെ അതെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതെ, അപ്പൊ ഇതിനകത്ത് ഞാൻ വീഡിയോ ഇട്ടപ്പം കുറച്ചു പേരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നോക്കിയിരുന്നു, ഇപ്പൊ കിട്ടും പൈസ, ഇപ്പൊ കിട്ടും, അല്ലെങ്കിൽ ഇതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഉള്ളൊരു റിപ്ലൈ ആണ്. ഇപ്പൊ ഞാനിപ്പോ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പൊ ഇത്രയും റെസ്പോൺസും കാര്യങ്ങളും കിട്ടി. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ആരും MG ശ്രീകുമാർ സാറിനെ പേഴ്സണലായിട്ട് പോയി മോശം കമന്റോ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല. എന്ന് വെച്ചാൽ പുള്ളി അറിഞ്ഞോ അറിയാതെ പറ്റിയൊരു തെറ്റാണ്. പുള്ളി ഇതിനകത്ത് ഡയറക്ട്ലി ഇൻവോൾവ് അല്ല. അപ്പൊ നമ്മൾ ഒരിക്കലും അത്രയും സമൂഹത്തിൽ അത്രയും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും കമന്റുകൾ കൊണ്ടോ അങ്ങനെയൊന്നും നമ്മൾ മോശമായിട്ട് കമന്റ് ഇടാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആരെയും ഞാൻ പറയുന്നില്ല. ഞാൻ ഒരിക്കലും പുള്ളിയാണ് വേസ്റ്റ് ഇട്ടതെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ വീട്ടിൽ നിന്നും വേസ്റ്റ് ഇട്ടു എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല, പക്ഷെ അറിഞ്ഞോ അറിയാതെ പറ്റിയ ഒരു തെറ്റാണ്. പുള്ളി ഡയറക്റ്റ് ഇട്ടിട്ടുള്ള വേസ്റ്റ് അല്ല. അതെ, മാത്രമല്ല നസീം, കൊച്ചിയിലൊക്കെ അറിയാമല്ലോ ഒരു ദിവസം ഉണ്ടാകുന്ന ടൺ കണക്കിന് മാലിന്യങ്ങൾ.
അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു മെസ്സേജാണ്. നമ്മൾ ഓരോ കാര്യങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ മെസ്സേജുകളാണല്ലോ നമ്മൾ അനുവർത്തിക്കുകയും പിന്തുടരുകയൊക്കെ ചെയ്യുന്നത്. അതാണല്ലോ ശരിയായ ജീവിതശൈലി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊച്ചിക്കാർക്കൊക്കെ നൽകുന്നൊരു മെസ്സേജ് എന്താണ്? അല്ലേ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ അത് പ്രതികരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ ഇങ്ങനെ ഈ ഒരു വേസ്റ്റ് ഒരാൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പല സ്ഥലത്തു നിന്നും പല ആൾക്കാർ ഇടും. ഇങ്ങനെ ഒരു നടപടികളൊന്നും എടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും അതെങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മാലിന്യങ്ങൾ കൂടും. അപ്പൊ വീണ്ടും അത് പൊല്യൂട്ടഡ് ആവും. പിന്നെ നമ്മുടെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ഇപ്പൊ ഫോറിനേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൂറിസ്റ്റ് മേഖലയൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെയധികം അത് നെഗറ്റീവായിട്ട് തന്നെ നമ്മളെ മൊത്തത്തിൽ ബാധിക്കും. തീർച്ചയായും. ശ്രീ അക്ബർ, ചിലപ്പോൾ നമ്മളുടെ ഹൃദയങ്ങളുടെ പോലും ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വേദന അനുഭവിക്കാറുണ്ട്. കാരണം ഒരു കുടിവെള്ളത്തിൽ, ആളുകളുടെയൊക്കെ ജലസ്രോതസ്സായിട്ടുള്ള ഒരു കുടിവെള്ളത്തിൽ തൃശ്ശൂർ ഭാഗത്ത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ കോഴി വേസ്റ്റൊക്കെ ഇട്ടിട്ട് പോയി ആ വാഹനങ്ങൾ പിന്നീട് പിടികൂടുന്നു. അപ്പോൾ മനുഷ്യൻ്റെയൊക്കെ ഒരു മനോനിലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നീട് എന്താണ്, ചിലയിടങ്ങളിൽ ഈ കൊണ്ടുവന്ന വേസ്റ്റ് ഇട്ട ശേഷം പിന്നീട് അവരെയൊക്കെ പിടിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ബില്ലോ അല്ലെങ്കിൽ അവർ കൊണ്ടുവിടുന്ന കവറുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് പലർക്കും ഇത് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും മാറാത്ത മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായ രീതിയിലൊരു പരിഷ്കരണം അവരിലേക്ക് എത്തണം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ പഞ്ചായത്തൊക്കെ, മുളവുകാട് പഞ്ചായത്തൊക്കെ മുൻകൈ എടുക്കണം. മാത്രമല്ല അവർ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട, ഞങ്ങൾ ഈ വേസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് അറിയാമല്ലോ, ഒരു ദിവസമാണെങ്കിലും ഉണ്ടാകുന്ന വേസ്റ്റ് പിറ്റേ ദിവസമാകുമ്പോൾ കുന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന ആ ജീർണാവസ്ഥ അറിയാമല്ലോ, കാലാവസ്ഥയും മോശമാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഒരു ശാസ്ത്രീയമായ രീതിയിൽ പഞ്ചായത്ത് മുൻകൈ എടുത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് മുളവുകാട് പഞ്ചായത്ത്? ഈ മുളവുകാട് പഞ്ചായത്തിന് ഇപ്പോൾ ഞാൻ പറയാം, മുളവുകാട് പഞ്ചായത്തിന് അതുപോലുള്ള വേസ്റ്റുകൾ വരാറില്ലെന്നുള്ളതാണ്. പിന്നെ വരുന്നത് കോഴിക്കട, അങ്ങനെയുള്ള കടകൾ വരുന്ന വേസ്റ്റ്, മാർക്കറ്റൊന്നുമില്ല മുളവുകാട് പഞ്ചായത്തിൽ. അപ്പോൾ ഈ കോഴിക്കടയിലെ വേസ്റ്റുകളൊക്കെ അവർ തന്നെ നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്ന് വ്യക്തമായി അവരോട് എഴുതി വാങ്ങി അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടേ നമ്മൾ ലൈസൻസ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പുറത്തുനിന്ന് വണ്ടി വന്ന് ഈ വേസ്റ്റ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണം. അവരത് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ആ ഏജൻസി കറക്റ്റായിട്ട് അവരത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ അല്ലാതെ ഫുഡ് വേസ്റ്റുകളൊന്നും എടുക്കാനായിട്ടുള്ള അതല്ലെങ്കിൽ സംസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പോൾ തൽക്കാലം നമുക്കായിട്ടില്ല. ആയി വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ അത് നമ്മളെടുക്കും. ഇപ്പോൾ നമുക്ക് ഇതേപോലുള്ള ഓരോ ഏജൻസികളുണ്ട് വേസ്റ്റ് എടുക്കാവുന്നവർ, അവർക്ക് കൊടുക്കുവാനേ പറ്റുള്ളൂ. അവരെ കറക്റ്റായിട്ട് അവരെ അത് ഏൽപ്പിക്കാനേ പറ്റുള്ളൂ. ശരി, എന്തായാലും അക്ബർ, നസീമിന് നല്ലൊരു പാരിതോഷികം നൽകുക. കാരണം ഉദ്യമത്തിന് കേട്ടോ, കാരണം അദ്ദേഹം അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ അതിന്റെ വലിയൊരു രക്തസാക്ഷികളാണ്. തീർച്ചയായും. നസീമിനും അഭിനന്ദനങ്ങൾ. ഇവിടെ മാത്രം ഒതുങ്ങാതിരിക്കട്ടെ, ഈ മെസ്സേജ് എല്ലായിടങ്ങളിലേക്കും പടരട്ടെ. നസീം അതിന്റെ ഉദ്യമത്തിന് എന്തായാലും ഒരു കരുത്തായി മാറട്ടെ. ഈ മാലിന്യങ്ങൾ നമ്മെ വിഷലിപ്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം നന്ദി നസീം. ഒപ്പം തന്നെ അക്ബർ.